യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഇടയിലുള്ള ദിവസം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ദുഃഖശനിയാഴ്ച നാം ആചരിക്കുകയാണ്. വിശുദ്ധ വാരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ദുഃഖശനി. യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഇടയിലുള്ള ദിവസം. ഈ സന്ദർഭത്തിൽ തെയോസ് വിശുദ്ധവാര ധ്യാന ചിന്തകളിലേക്ക് നിങ്ങൾക്ക് ഞാൻ സ്വാഗതം അരുളുന്നു. തെയോസ് എന്നാൽ ദൈവം എന്നാണ് അർത്ഥം. ഈ വിശുദ്ധവാരത്തിൽ ഈ ദൈവത്തെക്കുറിച്ച് നാം കൂടുതലായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ജീവൻ നൽകുന്നവനാണ് ദൈവം. ജീവൻ നൽകാനായി കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെട്ട യേശുവിനെ കുറിച്ച് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നു. ദുഃഖശനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് നാം ഓർക്കേണ്ടത്. ഒന്നാമതായി, ദുഃഖശനി കാത്തിരിപ്പിൻ്റെ ദിവസമാണ്. ഈശോ ദുഃഖവെള്ളിയാഴ്ച പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചു. അതിനുശേഷം വരുന്ന ദിവസം കാത്തിരിപ്പിൻ്റെ ദിവസമാണ്. വലിയ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ ദിവസം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈസ്റ്റർ ദിവസം ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. അങ്ങനെ ഈശോയുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ വലിയൊരു കാര്യം സംഭവിച്ചു. ആ സംഭവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ദിവസമാണ് ദുഃഖശനിയാഴ്ച സൂചിപ്പിക്കുന്നത്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും ഈ കാത്തിരിപ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ നാം പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ നമുക്ക് ഉത്തരം ലഭിച്ചെന്നിരിക്കാം. എന്നാൽ ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തന്നെ ഉത്തരം ലഭിച്ചില്ല എന്ന് വരും. നാം കാത്തിരിക്കേണ്ടതായി വരും. ഈ കാത്തിരിപ്പിൻ്റെ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഈശോ കുരിശിൽ കിടന്നപ്പോൾ പിതാവിനോട് വിളിച്ചപേക്ഷിച്ചു. എന്നാൽ ഉടനെ തന്നെ ഉത്തരം ലഭിച്ചില്ല. കാത്തിരിപ്പിൻ്റെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഉയർപ്പിൻ്റെ ദിവസം ഈശോയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. ഈശോയുടെ മരണത്തിന് മുമ്പ് ഈശോ വളരെ തീവ്രമായ വേദനയോടെ പ്രാർത്ഥിച്ച 3 സന്ദർഭങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായി സാധിക്കും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39-ാമത്തെ വചനത്തിൽ ഈശോ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പിതാവിനോട് വളരെ വികാരഭരിതമായ ഒരു പ്രാർത്ഥന നടത്തുന്നു. പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 42-ാമത്തെ വചനത്തിൽ ഒരിക്കൽ കൂടി ഈശോ പ്രാർത്ഥിക്കുന്നു, സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന്. ഈ 2 പ്രാർത്ഥനയ്ക്കും ഈശോയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. പിന്നീട് കുരിശിൽ കിടന്ന് വേദനകളേറ്റ് പിടയുന്ന സമയത്ത് ഒരിക്കൽ കൂടി ഈശോ വേദനാപൂർവം പിതാവിനോട് പ്രാർത്ഥിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാമത്തെ വചനത്തിൽ ചങ്കുപൊട്ടുമാറ് ഈശോ പിതാവിനെ വിളിക്കുന്നു, ഏലി ഏലി ലിമാ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. വളരെ വേദനാജനകമായൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിച്ചില്ല. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്ന സന്ദർഭം ഈശോയുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈശോ പ്രത്യാശ കൈവിടുന്നില്ല. പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ആ പിതാവിന് തന്നെ സമർപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വചനത്തിൽ എൻ്റെ പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ തൻ്റെ ജീവൻ വെടിഞ്ഞു. പിന്നീട് അങ്ങോട്ട് നാം കാണുന്നത് കാത്തിരിപ്പിൻ്റെ ഒരു ദിവസമാണ്. പ്രാർത്ഥന കഴിഞ്ഞു, ഉത്തരം ലഭിച്ചില്ല, ഉത്തരത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന നടത്തിയ ദിവസത്തിനും പ്രാർത്ഥന നിറവേറിയ ദിവസത്തിനും ഇടയ്ക്കുള്ള ദിവസമാണ് കാത്തിരിപ്പിൻ്റെ ദിവസം ദുഃഖശനി. ഉയർപ്പിൻ്റെ ദിനത്തിലാണ്
യേശുവിൻ്റെ പ്രാർത്ഥന നിറവേറിയത്. യേശുവിൻ്റെ പ്രാർത്ഥന നിറവേറിയത് പിതാവിൻ്റെ വലിയ ഇടപെടലിലൂടെയായിരുന്നു. 3-ാം ദിവസം, ഉയർപ്പിൻ്റെ തിരുനാൾ ദിവസം, പിതാവായ ദൈവം യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെ. മരിച്ചോ എന്ന് കരുതിയ ഈശോയെ ശത്രുക്കൾ തോൽപ്പിച്ചു എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് ഈശോയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് ഈശോയെ രക്ഷകനും മിശിഹായുമാക്കി ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് പിതാവായ ദൈവം യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തത് ഉടനെയല്ല, കാത്തിരിപ്പിൻ്റെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇതുപോലത്തെ സന്ദർഭങ്ങൾ ഉണ്ടാകാം. കാത്തിരിപ്പിനൊരു ദിവസം ഉണ്ടാകും. ആ കാത്തിരിപ്പിന്റെ ദിവസത്തിന് ശേഷമാണ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈശോ ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോഴും കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോഴും പിതാവ് നിശബ്ദനായിരുന്നു. ഉത്തരം ലഭിച്ചില്ല. എന്നാൽ ആ നിശബ്ദത പിതാവ് കൈവിട്ടതിന്റെ അടയാളമായിരുന്നില്ല. മറിച്ച് പിതാവ് ഈശോയുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൽ വലിയ കാര്യം ചെയ്യാൻ പോകുന്നതിന്റെ അടയാളമായിരുന്നു. എപ്പോഴെങ്കിലും ദൈവം നിശബ്ദനാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ദൈവം കൈവിട്ടു എന്നല്ല നാം ചിന്തിക്കേണ്ടത്. മറിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നാണ് നാം കരുതേണ്ടത്. ആ വലിയ കാര്യത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് കാത്തിരിക്കാൻ ഈ ദുഃഖശനി നമ്മെ പഠിപ്പിക്കുന്നു. ദുഃഖശനി കാത്തിരിപ്പിന്റെ ദിവസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി ദുഃഖശനി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് ഒരുക്കത്തിൻ്റെ ദിവസമാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ല എങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. എന്നാൽ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകിക്കഴിയുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കും. ആ നിലത്ത് വീഴുന്ന സമയം, ആ നിലത്ത് വീണ് കിടക്കുന്ന സമയം, അത് ഒരുക്കത്തിന്റെ സമയമാണ്. പിന്നീട് അതിൽ നിന്ന് ജീവൻ വരാനുള്ള ഒരുക്കത്തിന്റെ സമയമാണ് ഈ സമയം. യേശുവിന്റെ ജീവിതത്തിലെ ഒരുക്കത്തിന്റെ സമയമായിരുന്നു ഈ ദുഃഖശനിയാഴ്ച. യേശുവിന്റെ ശരീരം മണ്ണിൽ സ്ഥാപിച്ചപ്പോൾ ഗോതമ്പ് മണി മണ്ണിൽ വീണതിന് തുല്യമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരുക്കത്തിന്റെ സമയമാണ്. ആ ഒരുക്കത്തിന്റെ സമയത്തിന് ശേഷം ഗോതമ്പ് മണി അഴിഞ്ഞ് അതിൽ നിന്ന് പുതിയ ജീവൻ വരുന്നത് പോലെ യേശു മരണത്തിന് ശേഷം ജീവനിലേക്ക് പ്രവേശിക്കുന്നു. അത് സകല മനുഷ്യർക്കും ജീവൻ നൽകുന്ന ഒരു സംഭവമായി മാറുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നതിന് ശേഷം യേശുവിനെ അവർ ഗുഹയിൽ അടക്കിയപ്പോൾ അവർ കരുതി എല്ലാം അവസാനിച്ചുവെന്ന്, എല്ലാം കഴിഞ്ഞുവെന്ന്. അവർ വിജയം ആഘോഷിക്കാൻ തുടങ്ങി. എന്നാൽ അവരുടെ വിജയാഘോഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈശോ ഉയർത്തെഴുന്നേൽക്കുകയും അവരുടെ എല്ലാ തന്ത്രങ്ങളെയും തോൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ ജീവൻ നൽകുകയും ചെയ്തു. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ ഉണ്ടാകാം, ചില തിരിച്ചടികൾ ഉണ്ടാകാം. ചിലപ്പോഴൊക്കെ മണ്ണിൽ വീണു പോകുന്നതായി നമുക്ക് തോന്നിയേക്കാം. ചിലപ്പോഴൊക്കെ മണ്ണിൽ മറവു ചെയ്യപ്പെടുന്നതായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല, നമ്മൾ പരിഭ്രമിക്കേണ്ടതില്ല. ഇത് ഗോതമ്പ് മണി മണ്ണിൽ വീണതിന് തുല്യമാണ്. മണ്ണിൽ വീഴുന്നത് ഒരു ഗോതമ്പ് മണിയാണ്. എന്നാൽ അതിൽ നിന്നും ഉടലെടുക്കുന്നത് അനേകം ഗോതമ്പ് മണികൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഗോതമ്പ് ചെടിയാണ്. മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നതിന് തുല്യമാണത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മണ്ണിൽ വീഴുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇത് അവസാനമല്ല, ഇത് മണ്ണിൽ വീഴുന്നതിന് തുല്യമാണ്. ഇതിനുശേഷം വരാൻ പോകുന്നത് പുതിയ ജീവനാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകാം, എന്നാൽ പരിഭ്രമിക്കേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവനാണ് ഈശോ, മരണത്തെ ജയിച്ചവനാണ് ഈശോ. ആ മരണത്തെ ജയിച്ച യേശുവിലൂടെ നമുക്കും നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് പോകാൻ സാധിക്കും. നമ്മുടെ തകർച്ചകളിൽ നിന്ന്, തിരിച്ചടികളിൽ നിന്ന് പുതിയ ജീവൻ പ്രാപിച്ച് കുതിച്ചു വരാൻ സാധിക്കും. ഇതാണ് ദുഃഖശനിയാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം. അതിനാൽ ഈ ദിവസം നമ്മൾ ഒരുങ്ങിയിരിക്കണം.
ഒരുക്കത്തിൻ്റെ ദിവസമായി ഈ ദിവസത്തെ നമ്മൾ കാണണം. ഈ ഒരുക്കം ഇന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ മുഴുവനായും ഉണ്ടാകണം. തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, മണ്ണിൽ വീഴുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുങ്ങേണ്ട സമയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരുക്കത്തിന്റെ സമയത്തിന് ശേഷം നമുക്ക് വലിയ വിജയമുണ്ടാകാൻ പോകുന്നു, സന്തോഷമുണ്ടാകാൻ പോകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇതാണ് ദുഃഖശനിയാഴ്ചയുടെ രണ്ടാമത്തെ സന്ദേശം. മൂന്നാമതായി, ദുഃഖശനിയാഴ്ച നിശബ്ദതയുടെ ദിവസമാണ്. ആധ്യാത്മികമായി വളരെയധികം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നിശബ്ദത. യേശു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടപ്പോൾ അവിടെ മുഴുവൻ വലിയൊരു നിശബ്ദത ഉണ്ടായിരുന്നു. ഈ നിശബ്ദത ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു. ദൈവം അകന്നിരിക്കുന്നതിൻ്റെ അടയാളമല്ല, മറിച്ച് ദൈവം ശക്തനായി സന്നിഹിതനായിരിക്കുന്നതിൻ്റെ അടയാളമാണ് നിശബ്ദത. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നിശബ്ദത ഉണ്ടാകാം. ദൈവം ഉത്തരം നൽകാതിരിക്കുന്ന അവസ്ഥ, ദൈവം നിശബ്ദനാണ് എന്ന് തോന്നുന്ന അവസ്ഥ, ഈ അവസ്ഥയിൽ നമ്മൾ പ്രത്യാശ വിടാതെ കാത്തിരിക്കണമെന്ന് ദുഃഖശനിയാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ശാന്തത, ഈ നിശബ്ദത ദൈവികമാണ്. അത് നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, കർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശാന്തതയോടെ കാത്തിരിക്കുന്നത് ഉത്തമമാണ്. ശാന്തതയോടെ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുക. ശിഷ്യന്മാര് ഭയപ്പെട്ടു പോയി, അന്താളിച്ചു പോയി, ചിതറിപ്പോയി. ശത്രുക്കൾ വിജയം ആഘോഷിച്ചു. എന്നാൽ ശാന്തതയിൽ കാത്തിരുന്നവർ ഉണ്ടായിരുന്നു. ആ ശാന്തതയെ സ്വീകരിച്ചവർ ഉണ്ടായിരുന്നു. ആ നിശബ്ദതയെ സ്വീകരിച്ചവരുണ്ടായിരുന്നു. പ്രത്യാശ കൈവിടാത്തവരുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉയിർപ്പിൻ്റെ ദിവസം അവർ കല്ലറയിലേക്ക് പോകുന്നത്. കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നവർ, അവർക്ക് ആ ഉയിർപ്പിൻ്റെ സന്തോഷം ലഭിച്ചു. ശാന്തത ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായി. 46-ാം സങ്കീർത്തനം 10-ാമത്തെ വചനത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമ്മുടെ ജീവിതത്തിൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് വ്യഗ്രതയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാനോ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ അനുഭവിക്കാനോ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. അതുകൊണ്ട് ശാന്തമായിരിക്കാനും ശാന്തതയോടെ കാത്തിരിക്കാനും ദുഃഖശനിയാഴ്ച നമ്മെ പഠിപ്പിക്കുന്നു. 4-ാമതായി, ദുഃഖശനിയാഴ്ച വിശ്രമത്തിൻ്റെ ദിവസമാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്രമത്തിന് വലിയ സ്ഥാനമുണ്ട്. കർത്താവായ ദൈവം 6 ദിവസം കൊണ്ട് ഭൂമിയെയും മനുഷ്യരെയും സൃഷ്ടിച്ചതിന് ശേഷം 7-ാം ദിവസം വിശ്രമിച്ചു. കർത്താവിൻ്റെ ദിവസത്തെ വിശുദ്ധമായി ആചരിക്കണമെന്നും അന്ന് വിശ്രമിക്കണമെന്നും വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാം സൃഷ്ടിച്ച് എല്ലാം നന്നായിരിക്കുന്നു, എല്ലാം ഭംഗിയായിരിക്കുന്നു എന്ന് കണ്ട് എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന സന്തോഷത്തോടെ കർത്താവ് തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ഇത് ആദ്യത്തെ സൃഷ്ടിയുടെ സമയത്ത് നടന്ന കാര്യമാണ്. അതുപോലെ തന്നെ 2-ാമത്തെ സൃഷ്ടിയാണ് യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയും സംഭവിക്കുന്നത്. ലോകത്തിന് ജീവൻ നൽകാൻ വേണ്ടി തൻ്റെ ജീവൻ ഈശോ അർപ്പിച്ചപ്പോൾ ഈശോ പുതിയൊരു സൃഷ്ടി നടത്തുകയായിരുന്നു. 2-ാമത്തെ സൃഷ്ടി, പുതിയ സൃഷ്ടി യേശുവിൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും സംഭവിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഈശോ മരിക്കുമ്പോൾ സൃഷ്ടിയുടെ സമയത്ത് എല്ലാം ഭംഗിയായിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവായ ദൈവം വിശ്രമിച്ചതിന് സമാനമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2-ാമത്തെ സൃഷ്ടിയുടെ സമയത്ത് തൻ്റെ ജീവിതത്തിലൂടെയും പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും
മനുഷ്യകുലത്തിന് പുതിയതായി ജന്മം നൽകിയതിനു ശേഷം, സൃഷ്ടിയെ പുതിയതാക്കിയതിനു ശേഷം ഈശോ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ വിശ്രമത്തിൻ്റെ ദിവസമാണ് ദുഃഖശനിയാഴ്ച. ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ടത് ഈശോ രണ്ടാമതും ഒരു സൃഷ്ടികർമ്മം നടത്തി എന്നാണ്. കർത്താവായ ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവവായു ശ്വസിച്ചുകൊണ്ട് അവന് ജീവൻ നൽകി. എന്നാൽ നിർഭാഗ്യവശാൽ പാപം ചെയ്ത് മനുഷ്യവംശം ആ ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നഷ്ടപ്പെട്ടു പോയ ജീവൻ വീണ്ടും നൽകുവാനും മനുഷ്യകുലത്തെ വീണ്ടും സൃഷ്ടിക്കാനുമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നവനാണ് ഈശോ. ഈശോ തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, പ്രത്യേകമായി പീഡാസഹനങ്ങളിലൂടെയും മരണത്തിലൂടെയും ജനത്തിന് പുതിയൊരു ജീവൻ നൽകി സൃഷ്ടികർമ്മം വീണ്ടും പൂർത്തിയാക്കി. അങ്ങനെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയതിനു ശേഷം ഈശോ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ദുഃഖശനിയാഴ്ച വിശ്രമത്തിൻ്റെ ദിവസമാണ്. അഞ്ചാമതായിട്ട് ദുഃഖശനിയാഴ്ച പ്രാർത്ഥനയുടെയും പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരത്തിൻ്റെയും മധ്യത്തിലുള്ള സമയമാണ്. മാനുഷിക ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു അവസ്ഥയാണ് അത്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഇങ്ങനെയൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നാം പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു, അപേക്ഷിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു, സങ്കടങ്ങൾ പറയുന്നു, വേദനിക്കുന്നു, കഷ്ടത അനുഭവിക്കുന്നു. എന്നിട്ട് നമ്മൾ കാത്തിരിക്കുന്നു ഉത്തരത്തിന് വേണ്ടി. പ്രാർത്ഥന നടത്തിയതിനു ശേഷം പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കർത്താവിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രാർത്ഥനയുടെയും പ്രത്യുത്തരത്തിൻ്റെയും ഇടയിലുള്ള സമയമാണ് ദുഃഖശനി. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ അനേകമുണ്ടായിരിക്കും. പ്രാർത്ഥനയുടെയും പ്രത്യുത്തരത്തിൻ്റെയും മധ്യത്തിലുള്ള സമയം. ഈ സമയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വിജയം നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഈ സമയം കാര്യക്ഷമമായി കാത്തിരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കും. പ്രത്യാശ കൈവിടാതെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, ഉത്തരം ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കുക എന്ന് നമ്മെ ഈ ദുഃഖശനിയാഴ്ചയുടെ അനുഭവം പഠിപ്പിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരത്തിനും മധ്യത്തിലുള്ള ഈ സമയത്തെ വേണ്ട രീതിയിൽ ചെലവഴിക്കുവാനും പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോകുവാനും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവിടെയാണ് പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറഞ്ഞ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ ഈശോ വിധവയുടെയും ന്യായാധിപന്റെയും ഉപമ പറയുന്നു. ആ വിധവ ആദ്യം പ്രാർത്ഥിച്ചു, ഉത്തരത്തിന് വേണ്ടി കാത്തുനിന്നു, എന്നാൽ ഉത്തരം ലഭിച്ചില്ല. വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു, അവസാനം ഉത്തരം ലഭിച്ചു. ആദ്യം പ്രാർത്ഥിച്ച് അവസാനം ഉത്തരം ലഭിക്കുന്നത് വരെ കാത്തിരുന്ന ആ കാലഘട്ടം, ആ സമയമാണ് ആ വിധവയുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ സമയം, കാത്തിരിപ്പിൻ്റെ സമയം. ഈശോ ഈ ഉപമ പറയുന്നത് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഈശോ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ദുഃഖശനിയാഴ്ചയുടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഭഗ്നാശരാകരുത്, നമ്മൾ കാത്തിരിക്കണം. ദുഃഖശനിയാഴ്ചയ്ക്ക് ശേഷം ഉയർപ്പ് തിരുനാളിൻ്റെ ആനന്ദം, ഉയർപ്പ് തിരുനാളിൻ്റെ സന്തോഷം നമുക്ക് കൈവരും. അതിനാൽ പ്രത്യാശയോടെ നാം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കാം, അല്ലായിരിക്കാം. ഉടനെ ഉത്തരം ലഭിച്ചിരിക്കാം, ചിലപ്പോൾ ലഭിച്ചില്ലെന്നിരിക്കാം. ഉത്തരം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കാൻ ദുഃഖശനിയാഴ്ച നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം തെയോസ് വിശുദ്ധ വാരധ്യാനത്തിൽ പങ്കെടുത്ത് യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും കുരിശിനെക്കുറിച്ചും ധ്യാനിക്കുകയായിരുന്നു നാം എല്ലാവരും. ഈ അവസാന ദിവസം നാം കേട്ട വചനങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോ രാജാവാണെന്ന് നാം ധ്യാനിച്ചു. ഈശോയാണ് യഥാർത്ഥ രാജാവെന്ന് നാം ധ്യാനിച്ചു. ഈ ഭൂമിയിൽ അധികാരികളുണ്ടാകാം, നേതാക്കളുണ്ടാകാം, ഭരണകൂടങ്ങളുണ്ടാകാം. എന്നാൽ യഥാർത്ഥത്തിൽ
നമുക്ക് നീതി നടത്തി തരുന്നതും യഥാർത്ഥത്തിൽ നമുക്ക് രക്ഷ നൽകുന്നതും യഥാർത്ഥ രാജാവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ ഈ രാജാവ് ഭൂമിയിൽ രാജാക്കന്മാരിൽ വ്യത്യസ്തനാണ് എന്ന് നാം മനസ്സിലാക്കി. വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന യേശുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ആ യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. യേശുവിൻ്റെ മുറിവുകളാൽ ആണ് നാം സൗഖ്യം പ്രാപിക്കുന്നത്. അവൻ്റെ മുറിവുകൾ അനുഗ്രഹം നൽകുന്ന മുറിവുകളാണ്. വാസ്തവത്തിൽ നാം ആയിരുന്നു മുറിവുകൾ സഹിക്കേണ്ടിയിരുന്നവർ, പാപം ഏറ്റെടുക്കേണ്ടിയിരുന്നവർ. എന്നാൽ നമ്മുടെ സ്ഥാനത്ത് യേശു കുരിശിൽ മരിക്കുകയും നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. യേശു നമ്മെ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്തു എന്ന് നാം മനസ്സിലാക്കി. നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടി യേശു നൽകിയ വില ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിലെ എന്തെങ്കിലുമല്ല, മറിച്ച് സ്വന്തം രക്തമാണ്. യേശു നമ്മെ സ്വന്തമാക്കാൻ, നമ്മെ പരിപാലിക്കാൻ തന്നെ തന്നെ ബലിയർപ്പിച്ച കുഞ്ഞാടാണ്. യേശു ഇടയൻ മാത്രമല്ല, യേശു കുഞ്ഞാടും കൂടിയാണെന്ന് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു. യേശു ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ മാതൃകയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു. തന്നെ തന്നെ ചെറുതാക്കിക്കൊണ്ട് ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹിക്കാതെ മറ്റുള്ളവർ ശുശ്രൂഷിക്കാനായി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ഈശോ ലോകത്തിന് മാതൃക നൽകി. ലോകത്തിൽ ലോകാവസാനത്തോളം ഉണ്ടാകാൻ വേണ്ടി, ജനത്തിന് ജീവാഹാരം നൽകാൻ വേണ്ടി, ലോകത്തിന് ജീവൻ ഉണ്ടാകാൻ വേണ്ടി തൻ്റെ ശരീര രക്തങ്ങൾ ഈശോ വിശുദ്ധ കുർബാനയിലൂടെ നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അവസാനം ഈശോ ഈ കുരിശിൽ മരിച്ച് ദൈവ സ്നേഹം എന്താണെന്ന് വെളിപ്പെടുത്തി തന്നു. കുരിശ് സ്നേഹം വെളിപ്പെടുത്തുന്ന അടയാളമാണ് എന്ന് നാം കണ്ടു. യേശുവിൻ്റെ കുരിശ് മരണത്തിലൂടെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്. കാരണം രക്തം ചിന്താതെ പാപം മോചനമില്ല. പഴയ നിയമത്തിലെ കരുണാഫലകത്തിൻ്റെ സ്ഥാനത്തും, പഴയ നിയമത്തിലെ ബലിപീഠത്തിൻ്റെ കൊമ്പിൻ്റെ സ്ഥാനത്തും, പഴയ നിയമത്തിലെ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട ചില സർപ്പത്തിൻ്റെ സ്ഥാനത്തും കർത്താവായ യേശു ക്രിസ്തു മരിച്ച കുരിശ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ കുരിശ് നമ്മുടെ രക്ഷയുടെ, നമ്മുടെ സാന്ത്വനത്തിൻ്റെ അടയാളമാണ്. ഈ കുരിശ് നാം സ്നേഹത്തോടെ സ്വീകരിക്കുകയും ആ കുരിശിലൂടെ രക്ഷ പ്രാപിക്കുകയും വേണം. അവസാനമായി നാം ഇന്ന് കണ്ടു, ഇത് കാത്തിരിപ്പിൻ്റെ ദിവസമാണ്. ഒരിക്കലും നശിക്കാത്ത പ്രത്യാശയുള്ളവരാണ് ക്രിസ്ത്യാനികൾ. നമ്മൾ പ്രത്യാശയിൽ മുന്നോട്ട് പോകുന്നവരാണ്. നമ്മുടെ പ്രത്യാശയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഉയർപ്പിൻ്റെ സന്തോഷമാണ്. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരുന്നിടത്ത് നിന്ന് പുതിയൊരു ജീവൻ ആരംഭിക്കുന്നു. എല്ലാം തീർന്നു എന്ന് കരുതിയെടുത്ത് നിന്ന് വീണ്ടും ആരംഭിക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. ഇതിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. എല്ലാം തീർന്നു എന്ന് കരുതരുത്. എത്ര വലിയ തിരിച്ചടി ഉണ്ടായാലും, എത്ര വലിയ പരാജയം ഉണ്ടായാലും, മൺമറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായാലും, അതിൻ്റെ അപ്പുറത്ത് ഗോതമ്പ് മണി നിലത്ത് വീണ് അതിൽ നിന്ന് പുതിയൊരു ചെടി വരുന്നത് പോലെ നമ്മളും ഉദിച്ചു വരുമെന്നും ഉയർന്നു വരുമെന്നും നാം വിശ്വസിക്കണം. ഈ ചിന്തകളെല്ലാം നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് ഈ വിശുദ്ധവാരത്തെ ധ്യാന ചിന്തകളെ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഈ വിശുദ്ധവാരത്തിൽ അങ്ങയുടെ പീഡാസഹനങ്ങളെയും മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് ധ്യാനിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കുരിശിലാണ് ഞങ്ങളുടെ രക്ഷ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ രക്ഷിക്കാൻ, വീണ്ടെടുക്കാൻ അങ്ങ് സമർപ്പിച്ചത് സ്വർണമോ വെള്ളിയോ അല്ല, മറിച്ച് അങ്ങയുടെ രക്തം തന്നെയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളെയും കർത്താവായ ദൈവമേ കാരുണ്യപൂർവ്വം അങ്ങ് ക്ഷമിക്കണമേ. കാരുണ്യവാനായ ഈശോയെ, ഈ ഉയർപ്പ് തിരുനാളിൻ്റെ സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു സംഭവമായി മാറട്ടെ. അങ്ങയുടെ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് മരിച്ച് ഉയർത്തതുപോലെ ഞങ്ങൾ ഓരോരുത്തരും പാപത്തിന് മരിച്ച് വീണ്ടും അങ്ങയോടുകൂടെ ജീവിക്കാനുള്ള കൃപ നൽകണമേ. മാമോദീസായിൽ അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ഉത്ഥാനത്തിൽ പങ്കുചേരുവാനുള്ള ഭാഗ്യം നൽകണമേ. കല്ലറ തകർത്ത് യേശുവിനെ ഉയർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളുടെ കല്ലറകൾ, രോഗങ്ങളുടെ കല്ലറകൾ, ബന്ധനങ്ങളുടെ കല്ലറകൾ തകർത്ത് ഞങ്ങളെ ഉയർത്തണമേ. ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ അങ്ങ് ഉയർത്തണമേ.
ഞങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം നൽകണമേ. അങ്ങാണ് ദൈവമെന്നും അങ്ങാണ് രക്ഷകനെന്നും ഈ ലോകം അറിയുവാൻ തക്കവിധം ഞങ്ങൾ ഈ ലോകത്തിൽ സാക്ഷികളായി ജീവിക്കാനായി ഞങ്ങളെ അങ്ങ് ഉയർത്തണമേ. ഞങ്ങൾ ഈ നിയോഗങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാരുണ്യവാനായ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.